ഹായ് എവരിവൺ, വെൽക്കം ടു ദിശ അക്കാഡമി. അപ്പോൾ NTPCയുടെ നോട്ടിഫിക്കേഷൻസ് വന്നതിന് ശേഷം കേരള PSC അതുപോലെ തന്നെ NTPCയും പാരലലായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ NTPCയിലേക്ക് അട്രാക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, കേരള PSCയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറിയും അലവൻസുകളും അല്ലേ, ഒരു സ്റ്റേറ്റ് ലെവൽ ജോലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറിയും അലവൻസുകളും നിങ്ങൾക്ക് എന്തായാലും സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് ലഭിക്കും. റെയിൽവേ ആകുമ്പോൾ ഒരുപാട് അലവൻസുകളുണ്ട്, നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ ഇനിയും കൂടിക്കൂടി വരും. ഇപ്പോൾ തന്നെ ഒരാഴ്ചയ്ക്ക് മുന്നേ DA ഒക്കെ 3% വീണ്ടും ഇൻക്രീസ് ചെയ്ത ന്യൂസൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പോരാത്തതിന് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ വേണ്ടി 36 വയസ്സാണ്. കൊറോണ വന്നതുകൊണ്ട് 36 വയസ്സ് വരെ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ +2 ലെവൽ എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 33 വയസ്സ് വരെ പറ്റും. ഇനി SC ST അല്ലെങ്കിൽ OBC ആണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം, അതുപോലെ തന്നെ OBCക്ക് 3 വർഷവും റിലാക്സേഷൻ കിട്ടും, മേജർ റിലാക്സേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് റെയിൽവേ എക്സാംസും ഒന്ന് എഴുതി നോക്കിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം SSC പോലുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 30 അടുത്താണ് നിൽക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കൂടുതൽ പീരീഡ് ഓഫ് ടൈം, കൂടുതൽ പ്രായമുള്ള ആൾക്കാർക്ക് ഈ എക്സാം എഴുതാൻ പറ്റുന്നതും ഒരുപാട് പേരെ റെയിൽവേയിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുവിൽ എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ്, ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ഒരു എക്സാം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 എക്സാമും ഞാൻ എങ്ങനെ പാരലലായിട്ട് കൊണ്ടുപോകും? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ആൻസറാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കേരള PSCയും അതുപോലെ തന്നെ റെയിൽവേ, പ്രത്യേകിച്ച് റെയിൽവേയുടെ NTPC ഗ്രൂപ്പ് D പോലുള്ള പരീക്ഷകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 60-70% ടോപ്പിക്ക് സിമിലർ ആയിട്ടാണ് വരുന്നത്. പക്ഷേ അതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC എക്സാംസ് എപ്പോഴും സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നാഷണൽ ലെവലുള്ള കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി NTPCയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ GK ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ നാഷണൽ ലെവലിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, PSC ആകുമ്പോൾ സ്റ്റേറ്റ് വൈസ് കാര്യങ്ങളും പഠിക്കണം, സെൻട്രൽ വൈസ് കാര്യങ്ങളും പഠിക്കണം. NTPC ആണെങ്കിൽ അതിനകത്തുള്ള സെൻട്രൽ വൈസ് കാര്യങ്ങൾ മാത്രം മതി. അതുപോലെ തന്നെ കേരള PSCയെ കമ്പയർ ചെയ്യുമ്പോൾ GKയുടെ കാര്യത്തിലും സയൻസിൻ്റെ കാര്യത്തിലും NTPC കുറച്ചും കൂടെ സൂപ്പർഫിഷ്യലായിട്ടാണ് ചോദിക്കുന്നത്. അതായത് കേരള PSCക്ക് കുറച്ചും കൂടെ ഡെപ്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ പഠിത്തം തന്നെ മതി ഇവിടെയും. സിലബസിന് മാത്രം ചെറിയ മാറ്റമുണ്ട്. അതായത് കേരള ഹിസ്റ്ററി, കേരളത്തിൻ്റെ ജോഗ്രഫി, ഇതൊന്നും തന്നെ നമ്മളോട് ചോദിക്കത്തില്ല. നമ്മളോട് ചോദിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി തുടങ്ങിയ കാര്യങ്ങളായിരിക്കും. പക്ഷേ PSC എക്സാംസിനും നമ്മൾക്ക് ഇതും ആവശ്യമുണ്ട് അല്ലേ. പിന്നെ മാത്സ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്. PSCക്ക് വരുന്ന ഇംഗ്ലീഷും മലയാളം ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾക്ക് ലൈക്ക് NTPC എക്സാംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് D എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല. ഇംഗ്ലീഷ് ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് റെയിൽവേ എക്സാംസിനെ ഒരുപാട് പേർക്ക് അട്രാക്റ്റീവ് ആക്കുന്നത്. കാരണം കുറേ ആൾക്കാർക്ക് ലാംഗ്വേജ് ഒരു പ്രശ്നമായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക്, ഗ്രാമർ ഒന്നും അത്ര ക്ലിയർ ആയിട്ട് അറിഞ്ഞൂടാത്തവർക്ക് പോലും നല്ല രീതിയിൽ പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് NTPC. അപ്പോൾ ഇനി ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കൊണ്ട് അതെങ്ങനെ സാധിക്കുമെന്നാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കോമൺ ടോപ്പിക്സിൽ ഫോക്കസ് ചെയ്യാം. കോമൺ ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? മാത്സ് വരും, റീസണിങ് വരും, GK വരും അല്ലേ. മാത്സ്, റീസണിങ്, GK രണ്ടു പേർക്കും ഒരുപോലെ ഉള്ളതാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NTPCക്ക് മാത്സും റീസണിങ്ങും കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. നല്ല ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ്, കുറച്ചും കൂടെ നമ്മൾ ട്രിക്കും ഷോർട്ട് കട്ടും ഒക്കെ ഉപയോഗിച്ച് സോൾവ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളോട് ചോദിക്കുക. പക്ഷേ GKയിലേക്ക് വരുമ്പോൾ GKക്ക് കേരള PSCക്കാണ് കുറച്ചും കൂടെ ഡെപ്തിൽ ചോദിക്കുക. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയോ? മാത്സും റീസണിങ്ങും നിങ്ങൾ കുറച്ചും കൂടെ ഡെപ്തിൽ പഠിക്കേണ്ടി വരിക NTPCക്കാണ്. ഓക്കെ, പക്ഷേ GK വരുമ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ ഡെപ്തിൽ പഠിക്കുക PSCക്ക് ഓട്ടോമാറ്റിക്കലി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCക്ക് വേണ്ടിയിട്ട് GK നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് NTPCയുടെ GK എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല അല്ലേ. ചില ടോപ്പിക്കുകൾ നിങ്ങൾ കേരള PSCയിൽ നിന്ന് പഠിക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് NTPCക്കുള്ള സിലബസ് ആയി. ഓക്കെ, ഇനി NTPCയുടെ കാര്യം വരുമ്പോൾ അവിടെ മാത്സും അതുപോലെ തന്നെ റീസണിങ്ങും കേരള PSCയേക്കാൾ കൂടുതൽ കുറച്ചും കൂടെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുക. അവിടെയും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആണ്. കാരണം നിങ്ങളൊരു NTPC ലെവലിൽ മാത്സും റീസണിങ്ങും പഠിച്ച ഒരാളാണെങ്കിൽ കേരള PSCയുടെ മാത്സ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഈസി ആയിട്ട് മാറും
അല്ലേ? പിന്നെ പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകളുണ്ട്. പക്ഷേ കേരള പി എസ് സി നമ്മുടെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കേരള പി എസ് സിക്ക് മാത്രം വരുന്ന ടോപ്പിക്കുകളുണ്ടല്ലോ, അതായത് കേരള ഹിസ്റ്ററി, കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കേരളത്തിൻ്റെ ബജറ്റ് അല്ലെങ്കിൽ ബാക്കി ന്യൂസുകൾ, കാര്യങ്ങൾ, സ്റ്റാറ്റിക്, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് സമയം കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ 5 മണിക്കൂറാണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചോ, നിങ്ങൾ ഒരു 3 അല്ലെങ്കിൽ 3.5 മണിക്കൂർ കോമൺ ടോപ്പിക്കുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ബാക്കി ഒരു 1.5 മണിക്കൂർ നിങ്ങൾ കേരള പി എസ് സിക്ക് വേണ്ടി നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അത് സ്പെസിഫൈ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം കോമൺ ടോപ്പിക്സിൽ ഫോക്കസ് ചെയ്യുക, സോ ദാറ്റ് നിങ്ങൾക്ക് NTPC ക്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സെക്കൻഡ് തിങ്, സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള സ്പെസിഫിക് കാര്യങ്ങൾക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ഒരു സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ സ്റ്റഡി ടൈം കണ്ടെത്തുക. പിന്നെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കേരള പി എസ് സിയുടെ രീതി വ്യത്യാസമാണ്, അതുപോലെ തന്നെ NTPCയുടെ രീതി വ്യത്യാസമാണ്. ഈ വ്യത്യാസം നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെക്ക് ചെയ്യുന്നതിലൂടെയാണ്. അതായത് നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് പി എസ് സിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം, അതുപോലെ NTPCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് നോക്കാം. ഏതെങ്കിലും നല്ലൊരു ക്വസ്റ്റ്യൻ ബാങ്കിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലുള്ള വ്യത്യാസം വന്നു. പിന്നെ എക്സാം പാറ്റേൺ വ്യത്യാസമാണ്, അതുപോലെ തന്നെ എക്സാമിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട രീതിയും വ്യത്യാസമാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല ഏതെങ്കിലും മോക്ക് പ്ലാറ്റ്ഫോം എടുത്തിട്ട് NTPCയുടെ മോക്കുകൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ കേരള പി എസ് സിയുടെ മോക്കുകളൊക്കെ നമുക്ക് തൊഴിൽ വാർത്ത, തൊഴിൽ വിദ്യയിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മോക്കുകളും നിങ്ങൾക്കെടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ 2 എക്സാമിനെടുത്ത് നമുക്കൊരു ടച്ചും ഫെമിലാരിറ്റിയും ഉണ്ടാവും. ഓക്കെ, ഒന്നിനെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടിട്ട് മറ്റതിനെ നോക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റും. കാരണം അടുത്ത വർഷം റെയിൽവേയിലും ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡി ഇതുവരെ വിളിച്ചിട്ടില്ല. NTPC ഗ്രാജുവേറ്റ് ലെവൽ വിളിച്ചു, അണ്ടർ ഗ്രാജുവേറ്റ് വിളിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരാനുണ്ട്. മാത്രമല്ല വലിയ കോമ്പറ്റീഷനാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ജോലിക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ ഓൾമോസ്റ്റ് ഒരേ പാറ്റേണും ഒരേ സിലബസും വരുന്ന പല ജോലികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ച് നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചർ കുറച്ചും കൂടെ സേഫ് ആവും. ഇതല്ലെങ്കിൽ മറ്റൊന്നും നിങ്ങൾക്ക് കിട്ടും, അല്ലേ? വലിയ കോമ്പറ്റീഷനാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു പെർട്ടിക്കുലർ പോസ്റ്റിന് വേണ്ടി മാത്രം നമുക്ക് വാശി പിടിച്ചിരിക്കുന്നതിനേക്കാൾ ബുദ്ധി കിട്ടുന്ന നല്ല ജോലി ഏതാണോ അത് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. റെയിൽവേയിലൊക്കെ ജോലി കിട്ടാൻ എനിക്ക് തോന്നുന്നു കേരള പി എസ് സിയേക്കാൾ കുറച്ചും കൂടെയൊക്കെ ഈസി ആയിരിക്കും. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ജോലി വരുമ്പോൾ കുറച്ചും കൂടെ നല്ല ജോലി, അതായത് നല്ല പൊസിഷനാണ്, നല്ല പവറാണ്, നല്ല ജോലിയും ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് വീക്ക്ലി റിവിഷനാണ്. വീക്ക്ലി റിവിഷനിൽ നിങ്ങൾ കോമൺ ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്യാനും അതുപോലെ തന്നെ കേരള സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അത് റിവിഷൻ ചെയ്യാനും സമയം കണ്ടെത്തുക. മാത്രമല്ല റിവിഷനിൽ നിങ്ങൾ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ വീക്കെൻഡൊക്കെ ആകുമ്പോൾ കുറച്ച് ഫ്രീ ആയിരിക്കില്ല, ആ ദിവസങ്ങളിൽ കൂടുതൽ മോക്ക് എടുക്കാനാണ്. കാരണം കൂടുതൽ മോക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ ആ എക്സാമുമായിട്ട് ഫെമിലിയർ ആവാൻ പറ്റും. മാത്രമല്ല ഏത് ഏരിയയാണ് നമ്മുടെ വീക്ക് ഏരിയ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വീക്കായിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ സ്റ്റഡി സ്കെഡ്യൂളിനെ ഓൾട്ടർനേറ്റിംഗ് ടോപ്പിക്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ ഇന്ന് നിങ്ങൾ കോമൺ ടോപ്പിക്ക് പഠിക്കുന്നു, അടുത്ത ദിവസം നിങ്ങൾ കേരള പി എസ് സിയുടെ ടോപ്പിക്ക് പഠിക്കുന്നു, ആ കൂട്ടത്തിൽ NTPCയുടെ മോക്ക് ചെയ്യുന്നു. മനസ്സിലായി? നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്തിനെ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? കോമൺ ടോപ്പിക്കിന് എപ്പോഴും നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക, മറ്റ് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. മാത്രമല്ല ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്തിന് നിങ്ങൾ ഈക്വലായിട്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈക്വൽ എന്ന് വെച്ചാൽ കേരള പി എസ് സിക്ക് ഒരേ സമയം, NTPCക്ക് ഒരേ സമയം, അങ്ങനെയല്ല. കോമൺ ടോപ്പിക്കുകൾ പഠിക്കാൻ ഒരു സമയം, അത് കഴിഞ്ഞ് പി എസ് സിക്ക് വേണ്ട വ്യത്യസ്തമായ ഏരിയാസ് പഠിക്കാനൊരു സമയം, NTPCയുടെ മോക്കുകൾ എടുക്കാനൊരു സമയം. കാരണം NTPC എക്സാംസ് ആയിരിക്കും മിക്കവാറും ആദ്യം ഉണ്ടാവുക. നമ്മളൊരു ഫെബ്രുവരി ആ ഒരു സമയത്ത്, മാർച്ച് സമയത്ത് തന്നെ NTPC എക്സാംസ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ എക്സാംസ് ഡിസംബറിലുണ്ട്. അപ്പം ജാനുവരിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും NTPC എക്സാംസ് നടക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ NTPCയിലും നല്ല ടച്ചിലുണ്ടായിരിക്കണമെങ്കിൽ നിങ്ങൾ കൂടുതൽ മോക്ക് ചെയ്യണം. കാരണം NTPC എക്സാംസ് ഒക്കെ കൂടുതൽ നിങ്ങളുടെ സ്പീഡിനെയും നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യനെ നിങ്ങൾ എത്ര ട്രിക്കി ആയിട്ട് നോക്കി കാണുന്നു എന്നുള്ളതിനെയൊക്കെ അനലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൂടുതൽ മോക്കുകൾ
NTPC വേണ്ടിയിട്ട് ചെയ്യുക, കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് NTPC വേണ്ടി ചെയ്യുക. പക്ഷേ കേരള PSC വേണ്ടിയിട്ട് പഠിക്കുമ്പോൾ സബ്ജക്റ്റ് കുറച്ചും കൂടെ ആഴത്തിൽ പഠിക്കാനും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസ് കണ്ടെത്തി പഠിക്കാനും നോക്കുക. അതുപോലെ തന്നെ എക്സാം സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, 2 എക്സാംസിനുള്ള മോക്കുകളും കാര്യങ്ങളും നിങ്ങൾ എടുക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ടെക്നോളജി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം മാത്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് നോക്കി പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ഒരു മെൻറ്ററിൻ്റെ ഹെൽപ്പോട് കൂടിയോ ഒരു ടീച്ചറിൻ്റെ ഹെൽപ്പോട് കൂടിയോ ഒരു യൂട്യൂബ് ഫാക്കൽറ്റിയുടെ ഹെൽപ്പോട് കൂടിയോ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ ഹെൽപ്പോട് കൂടിയോ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഒരു ബുക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് നിങ്ങളുടെ കയ്യിലേക്ക് തരാണ്. പക്ഷെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ അയാൾക്കറിയാം അല്ലെ, എക്സാം എഴുതി എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്ന ഒരാളാണ് നിങ്ങളെ പഠിപ്പിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, അവർക്കറിയാം അല്ലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, ഏതൊക്കെ ട്രിക്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് NTPCയുടെ മാത്സും റീസണിങ്ങും കുറച്ചും കൂടി ട്രിക്കിയാണ്. കേരള PSC പഠിക്കുന്ന ആ ഒരു റേഞ്ചിൽ മാത്രം പഠിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ കുറച്ച് നല്ല രീതിയിൽ എന്താ പറയുക മാത്സിനെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് NTPC പഠിക്കുക എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു കേക്ക് വാക്ക് തന്നെ ആയിരിക്കും. നിങ്ങൾക്കത് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്നോളജി നല്ലോണം യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് NTPC വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, നിങ്ങൾ കുറേ നാളായിട്ട് കേരള PSC വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ മാത്സും റീസണിങ്ങും NTPC ആവശ്യമായ സ്റ്റാറ്റിസ്റ്റിക് കറണ്ട് അഫയേഴ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് ആപ്പിൽ കയറിയിട്ട് ഡെമോ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് കൺസിഡർ ചെയ്യാം. നമ്മുടെ ക്ലാസ് തന്നെ എടുക്കണമെന്നില്ല, ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോവാം. പക്ഷേ നിങ്ങൾ ഒരാളുടെ ഹെൽപ്പോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടണമല്ലോ. നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എക്സാം ഫോക്കസ്ഡ് ആയിട്ട് കൂടുതൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ എവിടെയാണോ ആ കോഴ്സ് വാങ്ങുക, അല്ല നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട്, ഒബ്വിയസ്ലി വി ആർ ഹാപ്പി, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നല്ലോണം പഠിക്കുക എന്നുള്ളതാണ്. മാക്സിമം നിങ്ങൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുക. കാരണം അതിൻ്റെ 2 ഗുണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. 2, ബുക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾ ബുക്ക് വായിച്ച് ഓരോ ട്രിക്സും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് മാത്സും റീസണിങ്ങും മനസ്സിലാക്കി വരുന്നതിനേക്കാൾ വളരെ ഈസി ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ നിങ്ങൾ കൃത്യമായിട്ട് ഒരാൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നാൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് കണ്ടുപിടിക്കാനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2ഉം നിങ്ങൾക്ക് ഒന്നിച്ച് കൊണ്ടുപോകാം. പിന്നെ ഒബ്വിയസ്ലി നിങ്ങളുടെ എക്സാംസ് അടുക്കുന്ന സമയത്ത് ഏത് എക്സാം ആണോ ഉള്ളത് അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു 3 വീക്സ് അല്ലെങ്കിൽ ഒരു 1 മന്ത് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുക. കൂടുതൽ ആ എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക, ആ എക്സാമിൻ്റെ സിലബസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ എക്സാമിൻ്റെ മോക്സ് എടുക്കുക. അത് നിങ്ങൾ അവസരോചിതമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. സോ നല്ലോണം പഠിക്കുക, പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഹാപ്പി ലേണിംഗ്.